Hello, this is me, Agash. I am taking the subject Direct Tax for CA Inter. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസിഡൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. നമ്മുടെ ബേസിക് ലെവലിൽ വരുന്ന ഡയറക്ട് ടാക്സിന്റെ ബേസിക് ലെവലിൽ വരുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് റെസിഡൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ നിന്ന് നമ്മുടെ എക്സാമിന് ഉണ്ടായിരിക്കും. അത് 100% ഷുവറാണ്. ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാവും. അത് നമുക്ക് കേസ് സ്റ്റഡിയിൽ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ എക്സ്പെക്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി മാറി ചോദിക്കാറുണ്ട്. ചില അറ്റംപ്റ്റുകളിൽ അത് കേസ് ലോയിൽ ചോദിക്കാറുണ്ട്, ചില അറ്റംപ്റ്റുകളിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു അറ്റംപ്റ്റും ഇതുവരെ വന്നിട്ടില്ല. എയ്തർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അത് ചോദിച്ചുകൊണ്ട് വരാം. ചിലപ്പം സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം മാത്രം പോയിന്റ് ഔട്ട് ചെയ്തും ചോദിക്കാം. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഷോർട്ട് ടൈം മാത്രം മതി നമുക്ക് കവർ ചെയ്യാൻ. ഈസി ആയിട്ട് സ്കോറിംഗും ആണ്. എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പം റെസിഡൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഈ ഏരിയ വളരെ സ്കോറിംഗ് ആണ്, വളരെ ഈസിയാണ് പഠിക്കാൻ. നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒന്ന് വലിയ ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ വളരെ ഈസി ആയിരിക്കും. അത് വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. ആ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് റെസിഡൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. രണ്ട് ഏരിയ ആണ് ഇതിനകത്ത്. പ്രധാനമായിട്ടും രണ്ട് ഏരിയ ആണുള്ളത്. ഒന്ന് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. രണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഈ രണ്ട് ഏരിയയിൽ നിന്ന് കമ്പൽസറി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എയ്തർ ഇൻ MCQ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഏരിയ. എയ്തർ ഇൻ MCQ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിൽ ഈ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസിന് ഹൗ ടു ഡിറ്റർമിൻ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്ന ഏരിയയിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഒരു നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നോട്ട്സ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇൻഡിവിജ്വൽ നമുക്കറിയാം. നമ്മൾ പേഴ്സൺ പഠിക്കുമ്പോൾ അതിനകത്ത് ഇൻഡിവിജ്വൽ, HUF, AJP, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇന്റർ ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആപ്ലിക്കബിൾ ഉള്ള ആളാണ് ഇൻഡിവിജ്വൽ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ബേസിക് ആയിട്ട് രണ്ട് കണ്ടീഷനാണ്. അതിൽ ഒരെണ്ണം വളരെ ഇമ്പോർട്ടന്റ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വൽ ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യയിലെ ടോട്ടൽ സ്റ്റേ ഡ്യൂറിംഗ് ദ
പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രിസീഡിംഗ് ഇയർ ഓഫ് അസസ്മെന്റ് ഇയർ അങ്ങനെ പറയാം. അപ്പോൾ പ്രീവിയസ് ഇയർ, റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ടോട്ടൽ സ്റ്റേ 182 ഡേയ്സോ അതിൽ കൂടുതലോ 182 ഡേയ്സോ കൂടുതലോ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിഡന്റ് ആണ്. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സോ അതിൽ കൂടുതലോ ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി റെസിഡന്റ് ആണ്. അതാണ് ബേസിക് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് അതാണ്. ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് 182 days or more. 182 days or more. First condition. Second condition, total stay in India during the previous year. Our relevant previous year total stay 60 days or more. 180 days 60 days or more madi. And വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയ. ആൻഡ് ഓർ അല്ല, ആൻഡ് എന്ന് പറയുമ്പോൾ 60 ഡേയ്സും സാറ്റിസ്ഫൈ ചെയ്യണം. താഴെ പറയാൻ പോകുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ലാസ്റ്റ് 4 years 365 days or more. നമ്മുടെ റെലവന്റ് ഫിനാൻഷ്യൽ ഇയർ 24-25 ആണെങ്കിൽ പുറകോട്ടുള്ള 4 പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 23-24, 22-23, 21-22, 20-21 ഈ 4 പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ആ വ്യക്തി 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ 2 കണ്ടീഷൻ ക്ലബ് ചെയ്തുകൊണ്ടാണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ആണ്, ഓർ അല്ല, ആൻഡ് ആണ്. ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, റെലവന്റ് പ്രീവിയസ് ഇയർ ഷുഡ് ബി ഈക്വൽ ടു ഓർ മോർ ദാൻ 60 ഡേയ്സ്. 60 ദിവസമോ അതിൽ കൂടുതലോ റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 4 പ്രീവിയസ് ഇയർ പ്രിസീഡിംഗ് റെലവന്റ് പ്രീവിയസ് ഇയർ. റെലവന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 24-25 ആയിരിക്കും. കാരണം നമ്മുടെ അസസ്മെന്റ് ഇയർ ഇപ്പൊ ജനുവരി അറ്റംപ്റ്റിന്റെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 25-26 ആണ്. സോ റെലവന്റ് ഫിനാൻഷ്യൽ 24-25 ആയിരിക്കും. പുറകോട്ടുള്ള 4 പ്രീവിയസ് ഇയർ 23-24, 22-23, 21-22, 20-21 ഈ 4 പ്രീവിയസ് ഇയറിൽ 365 ദിവസമോ അതിൽ കൂടുതലോ ആയിരിക്കാം. 2 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷുഡ് ബി ഈക്വൽ ടു ഓർ മോർ ദാൻ 182 ഡേയ്സ്, അല്ലെങ്കിൽ മിനിമം 182 ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. അത് ഒരു കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ 2 കണ്ടീഷൻ ക്ലബ് ചെയ്തിട്ടാണ്. ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷുഡ് ബി ഈക്വൽ ടു ഓർ മോർ ദാൻ 60 ഡേയ്സ് ആൻഡ് ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. റെലവന്റ് പ്രീവിയസ് ഇയറിന് പുറകോട്ടുള്ള 4 പ്രീവിയസ് ഇയറിൽ 365 ദിവസമോ അതിൽ കൂടുതലോ ആയിരിക്കണം. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മുടെ അസസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസസി റെസിഡന്റ് ആണ്. ആദ്യമേ ഒരു അസസി റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കും. നമ്മുടെ അസസി ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വലിന്റെ കേസാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ ഈ സ്റ്റേ വെച്ചിട്ടാണ്. വൺസ് റെസിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ROR, റെസിഡന്റ് ഓർഡിനർലി റെസിഡന്റ്, ഓർഡിനർലി റെസിഡന്റ്. അതേപോലെ തന്നെ RNOR, റെസിഡന്റ് നോട്ട് ഓർഡിനർലി റെസിഡന്റ് നോട്ട് ഓർഡിനർലി റെസിഡന്റ്. ROR ആണോ RNOR ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പൊ ബേസിക് കണ്ടീഷൻ എനി വൺ ഓഫ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആയി. അത് കഴിഞ്ഞ് നമുക്ക് ROR ആണോ, റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആണോ, RNOR, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്കുള്ളതാണ് അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ്, ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ ലാസ്റ്റ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. ഇവിടെ നമ്മൾ റെലവന്റ് പ്രീവിയസ് ഇയർ 24-25 എന്ന് പറഞ്ഞു. അതിന്റെ 4 years വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ 7 years എന്ന് പറയുമ്പോൾ 19-20, 18-19, 17-18, 1, 2, 3, 4, 5, 6, 7 years. 7
years immediately preceding relevant previous year. 24-25 ആണ് നമ്മുടെ റെലവന്റ് പ്രീവിയസ് ഇയർ. അതിന് പുറകോട്ടുള്ള 7 years immediately preceding the relevant previous year 730 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം. 730 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം. അത് കൂടാതെ പ്ലസ് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു, ഓറായിരുന്നു. ഇവിടെ അതല്ല, 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് റെസിഡന്റ് ഇൻ എനി 2 previous year ഔട്ട് ഓഫ് ലാസ്റ്റ് 10 previous year. പുറകോട്ടുള്ള 10 previous year immediately preceding the relevant previous year. Relevant previous year 24-25. അതിൽ ഏതെങ്കിലും 10 പുറകോട്ടുള്ള 10 എന്ന് പറയുമ്പോൾ ഇവിടെ 16, 17, 15, 16, 14, 15. ഈ 10 previous yearൽ ഏതെങ്കിലും 2 previous yearൽ റെസിഡന്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ബേസിക് കണ്ടീഷനിലേക്ക് പോകണം. ഏതെങ്കിലും 10 immediately preceding the previous year 10 year previous yearൽ ഏതെങ്കിലും 2 year ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ആ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആവും. നമ്മുടെ ഇൻഡിവിജ്വലിന്റെ നമ്മൾ 2 കണ്ടീഷൻ പഠിച്ചു. അത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആവും. പുറകോട്ടുള്ള 10 ഇയറിൽ ഔട്ട് ഓഫ് 10 ഇയർ ഏതെങ്കിലും 2 ഇയർ ഔട്ട് ഓഫ് 10 ഇയറിൽ ഏതെങ്കിലും 2 ഇയർ റെസിഡന്റ് ആയാൽ മതി. അപ്പം അഡീഷണൽ കണ്ടീഷൻ 2 പറഞ്ഞു. ആ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ഓർഡിനറിലി റെസിഡന്റ്. ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ആ അസസി നമ്മുടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റെസിഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്രൈറ്റീരിയ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകണം. അഡീഷണൽ കണ്ടീഷൻ 2 ഉണ്ട്. 2ഉം സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ഓർഡിനറിലി റെസിഡന്റ്. ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. അപ്പൊ നമ്മൾ 3 പേരായി. റെസിഡന്റ്, ഓർഡിനറിലി റെസിഡന്റ്, റെസിഡന്റ് ഓർഡിനറിലി റെസിഡന്റ്, ബേസിക് കണ്ടീഷൻ പ്ലസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. അതേപോലെ റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, ബേസിക് കണ്ടീഷൻ പ്ലസ് എനി വൺ ഓഫ് അഡീഷണൽ കണ്ടീഷൻ. മൂന്നാമത്തെ ക്രൈറ്റീരിയ നോൺ റെസിഡന്റ്. ഈ 3 പേരെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്തത്. ഒരു ഇൻകം ക്വസ്റ്റ്യനിൽ തരും. ആ ക്വസ്റ്റ്യന്റെ ടാക്സ് ആപ്ലിക്കബിലിറ്റി ഇൻ കേസ് ഓഫ് റെസിഡന്റ് ഓർഡിനറിലി റെസിഡന്റ്, റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഈ 3 പേരെയും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണിച്ചു കൊടുക്കണം. ചോദ്യം വരും. ഇങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതാണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിന്റെ കണ്ടീഷനിൽ തന്നെ നമുക്ക് 2 ബേസിക് കണ്ടീഷൻ ഉണ്ടെങ്കിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ ഫോളോയിങ് ഇൻഡിവിജ്വൽസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോളോയിങ് ഇൻഡിവിജ്വൽസിന് സെക്കൻഡ് കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല. ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ മാത്രം. അതായത് 182 ഡേയ്സ് ഡ്യൂറിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ മാത്രം. 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഹു ലീവ്സ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയെ വിട്ടണം. ആസ് എ ക്രൂ മെമ്പർ ഓഫ് ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഒരു ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ മെമ്പർ ആയിട്ട് ഇന്ത്യ ലീവ് ചെയ്യുകയോ, ഒരു ഫോറിൻ ഷിപ്പ് ആണെങ്കിൽ എടുക്കില്ല, ഇന്ത്യൻ ഷിപ്പ് ആയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഷിപ്പ് ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ ഹു ലീവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ പേരൻസോ, അച്ഛനോ അമ്മയോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രാൻഡ് പേരൻസ്, അപ്പൂപ്പനോ അമ്മുമ്മയോ ആരെങ്കിലും അൺഡിവൈഡഡ് ഇന്ത്യ, അതായത് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ്
ഇപ്പോഴത്തെ പാകിസ്ഥാനും എല്ലാം കൂടെ ചേർന്നുള്ള അൺഡിവൈഡഡ് ഇന്ത്യയിലായിരിക്കണം ഈ വ്യക്തി ജനിച്ചത്. അവരെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു വിസിറ്റ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റിന് വരികയാണ്. ഇന്ത്യയുടെ ഒരു നമ്മുടെ റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഒരു വിസിറ്റിന് വരികയാണ്. സച്ച് പേഴ്സൺ മസ്റ്റ് ബി എൻഗേജ്ഡ് ഇൻ എംപ്ലോയ്മെന്റ്, ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് എംപ്ലോയ്മെന്റോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റ് വരുന്നു. കണ്ടീഷൻ അതൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം. അപ്പൊ 3 പേര് ഇന്ത്യൻ സിറ്റിസൺ ഹു ലീവ്സ് ഇന്ത്യ ദ പ്രീവിയസ് ഇയർ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ മെമ്പർ ആയിട്ട് ലീവ് ഇന്ത്യ വിട്ട ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇന്ത്യക്ക് പുറത്ത് എംപ്ലോയ്മെന്റിന് പോയ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ who comes on visit to India in the previous year. ഈ 3 വ്യക്തികൾക്കാണ് എക്സെപ്ഷൻ. ഈ 3 വ്യക്തികൾ ആണെങ്കിൽ നമ്മുടെ ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ 2 കണ്ടീഷൻ നോക്കേണ്ട, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 182 days or more. അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി നോൺ റെസിഡന്റ്. സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ നോക്കി റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ ഇല്ല, നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് നോൺ റെസിഡന്റ് എന്ന രീതിയിൽ എടുക്കാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരും. നമ്മൾ 3 ഇവരെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പം ഈ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഈ 3 പേർക്കും എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3 റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്, ബേസിക് കണ്ടീഷൻ പ്ലസ് അഡീഷണൽ കണ്ടീഷൻ, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ബ്രാക്കറ്റിൽ ബേസിക് പ്ലസ് എനി 1 അഡീഷണൽ കണ്ടീഷൻ, നോൺ റെസിഡന്റ് നോട്ട് സാറ്റിസ്ഫൈങ് ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരാളെയാണ് നമ്മൾ നോൺ റെസിഡന്റ് എന്ന്. അപ്പൊ നമ്മുടെ ഇൻകത്തിനെ ബേസിക്കലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകം. ഇന്ത്യൻ ഇൻകം അതെന്താ? ഇൻകം റിസീവ്ഡ് എന്ന് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് റെസീറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലായിരിക്കണം ഫസ്റ്റ് റെസീറ്റ്. ഫസ്റ്റ് റെസീറ്റ് ഷുഡ് ബി ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ പറയും ഫസ്റ്റ് റിസീവ്ഡ് ഇൻ ദുബായ് ലേറ്റർ ടു ഇന്ത്യ, അല്ലെങ്കിൽ ഫസ്റ്റ് ലേറ്റർ റെമിറ്റഡ് ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അത് ഫസ്റ്റ് റെസീപ്റ്റ് അല്ല, സബ്സിക്വന്റ് റെസീപ്റ്റ് ആണ്. ഇൻകം റിസീവ്ഡ് എന്ന് പറയാൻ ഒരു മീനിങ് ഉണ്ട്. ഫസ്റ്റ് റെസീപ്റ്റ് ഇന്ത്യയിലായിരിക്കണം എങ്കിൽ മാത്രമേ ഇൻകം റിസീവ്ഡ് ആകും. ഫസ്റ്റ് റെസീപ്റ്റ് ഇന്ത്യയിലായിരിക്കണം. ഇൻകം റിസീവ്ഡ് deemed to be received India. ഇന്ത്യയിൽ even though ഇൻകം വന്നിരിക്കുന്നത് എങ്കിൽ അത് റിസീവ് ചെയ്തതായി കാക്കപ്പെടും. അതാണ് deemed to receive in India. Received or to receive. അടുത്ത് ഇന്ത്യയിൽ അക്രൂ ചെയ്തു അല്ലെങ്കിൽ ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ. ഇൻകം അക്രൂഡ് ഓർ ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ. ഇവിടെ എല്ലാം ഇൻ എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ഇന്ത്യൻ ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. ഫസ്റ്റ് റെസീപ്റ്റ് ക്വസ്റ്റ്യനിൽ കാണും ഇൻകം റിസീവ്ഡ് ഇൻ UK ലേറ്റർ റെമിറ്റഡ് ടു ഇന്ത്യ.
അപ്പോൾ സബ്സിക്വന്റ് റെസിപ്റ്റ് ആണ്. സബ്സിക്വന്റ് റെസിപ്റ്റ് ടാക്സബിൾ അല്ല. ഇൻകം റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസിപ്റ്റ് ഷുഡ് ബി ഇൻ ഇന്ത്യ or received in India. Income accrued or deemed to accrue in India. Indian income. Foreign income, income which is neither received nor accrued in India. In India അല്ല. ഈ ഫോറിൻ ഇൻകം, ഇന്ത്യൻ ഇൻകം ബേസിക്കലി രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനകത്ത് ഈ ഇന്ത്യൻ ഇൻകം ഓക്കെ, റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് ഗ്ലോബൽ ഇൻകം ഈസ് ഇൻകം ടാക്സില് എക്സംഷൻ ഇൻകം ഉണ്ടല്ലോ, സെക്ഷൻ 10 അഗ്രികൾച്ചർ ഇൻകം ഒക്കെ പറയുന്നത്, അത് ആർക്കും ടാക്സബിൾ അല്ല. റെസിഡന്റ് ഓർഡിനറി റെസിഡന്റോ ഒരാൾക്കും ടാക്സബിൾ അല്ല. ഇന്ത്യ ഇൻകം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കിട്ടുന്ന ഏത് ഇൻകം ആണെങ്കിലും റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആണോ അയാൾക്ക് ഈ ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് ഇൻകം കിട്ടിയാലും എഴുതിക്കോ, ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ഒരു ഡയറക്ട്ലി ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് അയാളെ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ്. ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സ്. കണ്ടോ, ഇന്ത്യൻ ഇൻകം ടാക്സബിൾ, ഫോറിൻ ഇൻകം ടാക്സബിൾ. ഇനി റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ. ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകം ഇന്ത്യ ഫസ്റ്റ് റിസീപ്റ്റ് ഇന്ത്യയിലേക്ക്. ഇൻകം ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂ ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഇൻ ഇന്ത്യ. അതാണ് ഈ ഇന്ത്യൻ ഇൻകം. ടാക്സബിൾ ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകത്തില് രണ്ട് കേസിൽ മാത്രം ടാക്സ് ഇൻകം. ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ല, പക്ഷെ രണ്ട് കേസെങ്കിൽ അതിന് റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ബിസിനസ് ഇൻകം which is controlled wholly partly in India. ഇന്ത്യയിൽ നിന്ന് ഒരു ബിസിനസ് പൂർണ്ണമായോ അല്ലെങ്കിൽ പാർട്ട്ലി അതിന്റെ ഒരു ഭാഗമായോ ഇന്ത്യയിൽ നിന്ന് ഒരു ബിസിനസ് ത്രൂ ഇൻകം കിട്ടുന്നെങ്കിൽ, ചിലപ്പോൾ UK-യിലായിരിക്കും ഇൻകം കിട്ടുന്നത്, പക്ഷെ ആ ബിസിനസ് ഇന്ത്യയിലായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത് ആണെങ്കിൽ RNOR ടാക്സ് ചെയ്യണം. ഇൻകം ഫ്രം പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഫോറിൻ ഇന്ത്യക്ക് പുറത്ത് ഇൻകം ജനറേറ്റ് ചെയ്താൽ RNOR കൊടുക്കണം, ടാക്സ് കൊടുക്കണം. RNOR പൊതുവെ ഫോറിൻ ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട, എക്സെപ്റ്റ് 2 കേസ്. രണ്ട് കേസ് മാത്രം RNOR ഇൻകത്തിന് ടാക്സ് കൊടുത്താൽ മതി. അത് ഈ രണ്ട് ബിസിനസ് ഇൻകം വിച്ച് ഈസ് കൺട്രോൾഡ് wholly or partly from India. Business income is controlled wholly or partly from India. അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ സെറ്റ് ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് സെറ്റപ്പ് ചെയ്യപ്പെട്ട ഒരു പ്രൊഫഷൻ, ആ പ്രൊഫഷൻ ബേസ്, അതിന്റെ ബേസ് ഇന്ത്യയിലായിരിക്കും, പക്ഷെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും, പക്ഷെ ടാക്സ് കൊടുക്കണം. വേറെ ഒരു കേസിലും RNOR ടാക്സ് കൊടുക്കണ്ട. നോൺ റെസിഡന്റിനെ പറ്റി പറഞ്ഞാൽ ഓൺലി ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. നോൺ റെസിഡന്റിന് ഇൻ ഇന്ത്യ എന്ന ഇൻകം മാത്രം ടാക്സബിൾ. ഇന്ത്യൻ ഇൻകം മാത്രം ടാക്സബിൾ, ഫോറിൻ നോട്ട് ടാക്സബിൾ. ഫോറിൻ ഇൻകം നോട്ട് ടാക്സബിൾ. സോ നമ്മുടെ ഇൻകത്തിനെ ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിനകത്ത് ROR ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് RORന്റെ കോളം വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, കാരണം ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ഗ്ലോബൽ ഇൻകം നോൺ റെസിഡന്റ് ഓൺലി ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. ഫോറിൻ ഇൻകം RORന് ടാക്സബിൾ ആണ്. RNORന് only two case. ഏതൊക്കെയാണ് ആ കേസ്? ബിസിനസ് ഇൻകം വിച്ച് ഈസ് കൺട്രോൾഡ് ഹോളി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇൻകം ഫ്രം പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ രണ്ട് കേസിൽ മാത്രമാണ് നമ്മുടെ RNORന് ടാക്സബിൾ. രണ്ട് കേസിൽ മാത്രമാണ് ടാക്സബിൾ. നോൺ റെസിഡന്റിന് ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. ഇൻകം ടാക്സബിൾ അല്ല. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും.
ജസ്റ്റ് ഇത് നോക്കൂ, നമ്മുടെ ICയുടെ സ്റ്റഡി മെറ്റീരിയൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കോപ്പ് ഓഫ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ. കണ്ടോ, റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് എല്ലാം ടാക്സബിൾ. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം ഓൺലി ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അത് നോൺ റെസിഡന്റിന് only Indian income taxable. Non-residentiന് only Indian income taxable. Foreign income exempted. Foreign income exempted. പ്രൊവിഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ICയുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ 35-year-old being resident, ordinary resident but not ordinary resident and non-resident for the assessment year 2025-26. അപ്പൊ നമുക്ക് 3 കേസിലും കണ്ടുപിടിക്കണം. ROR, NOR, NR. എക്സാമിന് ഇങ്ങനെ എഴുതല്ലേ, ഫുൾ ഒരു ലിമിറ്റ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെറുതാക്കി എഴുതി. റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് നോൺ റെസിഡന്റ്. റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ബേസിക് കണ്ടീഷൻ പ്ലസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. ഇവിടെ RNR എന്ന് പറഞ്ഞാൽ ബേസിക് കണ്ടീഷൻ പ്ലസ് എനി വൺ അഡീഷണൽ കണ്ടീഷൻ. ഇത് ഓൺലി നോട്ട് സാറ്റിസ്ഫൈങ് എനി കണ്ടീഷൻ. അവരാണ് നമ്മൾ NR നോൺ എന്ന് പറയുന്നത്. ഇവരെ 3 പേരെയും നമ്മൾ ഓരോ സ്കോപ്പ്, ഇത് ടോട്ടൽ ഇൻകം ആണ്, ഓരോ ഇൻകം ആണ്, ഇൻകം പർട്ടിക്കുലർ ആണ്. ആ ഇൻകം പർട്ടിക്കുലർ ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് എങ്ങനെയാണ് ആക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഇൻകം 3 പേർക്കും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം RORനും ടാക്സബിൾ ആണ്. RNORന് 2 കേസിൽ മാത്രം. ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ബിസിനസ് ഹോളി കൺട്രോൾ ഓർ പാർട്ടി കൺട്രോൾ ഇൻ ഇന്ത്യ, പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. നോൺ റെസിഡന്റിന് ഓൺലി ഇന്ത്യൻ ഇൻകം ഇസ് ടാക്സബിൾ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ UK ഡെവലപ്മെന്റ് ബോണ്ട് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ. 50% മാത്രമേ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നുള്ളൂ. 50% മാത്രമേ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നു. RORന് ഞാൻ പറഞ്ഞു ഗ്ലോബൽ ഇൻകം ടാക്സ് 50% ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ഡയറക്ട്ലി 10,000. പക്ഷെ RNORന് ഫോറിൻ ഇൻകം UK ബോണ്ട് എന്ന് പറയുന്നത് ഫോറിൻ ഇൻകം ആണ്. RNORനെ സംബന്ധിച്ച് RNORനെ സംബന്ധിച്ച് UK ബോണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നല്ലേ. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓൺലി ദ പോർഷൻ ഓഫ് ദ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ മാത്രമാണ് RNORനും NRനും ടാക്സബിൾ. RORന് പോർഷൻ ഒന്നുമില്ല, എൻറ്റയർ എമൗണ്ട് ഇസ് ടാക്സബിൾ. പക്ഷേ RNOR റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ നോൺ റെസിഡന്റിന്റെ കേസ് വരുമ്പോൾ ഓൺലി ദ പോർഷൻ ഓഫ് ഇൻകം എത്രയാണോ ഇന്ത്യയിൽ റിസീവ് ചെയ്ത് ആ പോർഷൻ മാത്രം ടാക്സ് കൊടുത്താൽ മതി. 10,000ന്റെ 50% എന്ന് പറയുമ്പോൾ 5,000. നോട്ട് കൊടുക്കാം. നമ്മൾ ഏത് എക്സാം ആൻസർ പ്രസന്റ് ചെയ്യുമ്പോഴും ലാസ്റ്റ് നോട്ട് എഴുതണം. ആ നോട്ടിൽ കൃത്യമായിട്ട് എഴുതണം നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച്. ROR റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ഇന്ത്യൻ ഇൻകം income received in India, only 50% of income received in India, so 5,000. Income from a business in Chennai 50% received in India. Chennai എന്ന് പറയുന്ന ഇന്ത്യയിലാണ്. സോ 50% യാതൊരു പ്രസക്തി ഇല്ല. ഡയറക്ട്ലി 20,000. ചെന്നൈ ഇന്ത്യയിലാണ്. സോ എൻറ്റയർ ഇൻകം ഈസ് ടാക്സബിൾ. Short term capital gain on sale of share of Indian company received in London. ലണ്ടനിലാണ് കിട്ടിയത്, പക്ഷേ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണ്. സോ ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ, സോ ഇറ്റ് ഈസ് ടാക്സബിൾ. ഇന്ത്യൻ ഇൻകം ആണ്. ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ വിറ്റിട്ട് ലണ്ടനിൽ റിസീവ് ചെയ്തു.
സോ എൻറ്റയർലി ടാക്സബിൾ ഇന്ത്യൻ ഇൻകം ആണ്. ഡിവിഡൻഡ് ഫ്രം ബ്രിട്ടീഷ് കമ്പനി, ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഡിവിഡൻഡ് ലണ്ടനിൽ കിട്ടി. ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ROR റെസിഡന്റ് ഓർഡിനറി റെസിഡന്റിന് ഗ്ലോബൽ ഇൻകം ടാക്സബിൾ. RNORനെ സംബന്ധിച്ച് എനി ബിസിനസ് കൺട്രോൾഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ, ഈ രണ്ട് കേസിൽ മാത്രം ഫോറിൻ ഇൻകത്തിന് ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ രണ്ടു എക്സംപ്റ്റഡ്. NRന് ഒൺലി ഇന്ത്യൻ ഇൻകം ടാക്സബിൾ, ഫോറിൻ ഇൻകം ഈസ് എക്സംപ്റ്റഡ്. ഇവിടെ എക്സംപ്റ്റഡ്. നോക്കൂ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് അറ്റ് ജർമ്മനി. ജർമ്മനിയിലുള്ള ഒരു പ്ലാന്റ് വിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. അതിൽ 50% ഗെയിൻ ഇന്ത്യയിലാണ് കിട്ടിയത്. RORനെ സംബന്ധിച്ച് 50%-ന് ഒരു പ്രസക്തിയില്ല. ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ഇന്ത്യയല്ല, ലോകത്ത് എവിടെ ഇൻകം കിട്ടിയാലും ഇന്ത്യയിലെ ടാക്സ് കൊടുക്കണം, 40,000. RNORനെ NRനെ സംബന്ധിച്ച് പെർസെന്റേജ് ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി. 20,000. Income earned from business in Germany which is controlled in Delhi. RORന് ഒന്നും നോക്കണ്ട, entire amount is taxable. But for RNOR, income earned from business in Germany ആണ്, പക്ഷെ controlled in Delhi. ഡൽഹിയിൽ വെച്ചാണ് കൺട്രോൾ ചെയ്തത്. നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻകം ഒരു രണ്ട് കേസിൽ മാത്രമാണ് RNORന് ടാക്സബിൾ. ബിസിനസ് which is controlled wholly or partly in India അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇവിടെ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആണ്. സോ entire amount taxable. But for NR നോൺ റെസിഡന്റിന് ദ പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി, 40,000. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി, 40,000. വെരി ഇമ്പോർട്ടന്റ്, ഈ ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ജർമ്മനിയിലാണ്, ഫോറിൻ ഇൻകം ആണ്, പക്ഷേ RNORന് ടാക്സബിൾ വരാൻ കാര്യം ഫോറിൻ ഇൻകം രണ്ട് കേസിൽ മാത്രമാണ് ടാക്സബിൾ. ബിസിനസ് കൺട്രോൾഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ഡൽഹി ബട്ട് മാനേജ്ഡ് എൻറ്റയർലി ഫ്രം ലണ്ടൻ. പറഞ്ഞിട്ട് കാര്യമില്ല, ഡൽഹിയിലാണ്. സോ ഫ്രം ഇന്ത്യ ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ 15,000. Income from house property in London deposited a bank in London later brought to India. ലണ്ടനിലെ ഒരു ഹൗസ് പ്രോപ്പർട്ടിന്ന് കിട്ടിയ ഇൻകം അവിടുത്തെ ബാങ്കിൽ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. RORന് ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ഒന്ന് നോക്കണം, 50,000. പക്ഷെ ഇവർക്ക് ടാക്സബിൾ അല്ല. കാരണം ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്, പക്ഷേ ഫസ്റ്റ് റെസീപ്റ്റ് അല്ല. ഫസ്റ്റ് റെസീപ്റ്റ് ലണ്ടനിൽ നടന്നു. ഇത് സബ്സിക്വന്റ് റെസീപ്റ്റ് ആണ്, ലേറ്റർ ബ്രോട്ട് ടു ഇന്ത്യ. സോ സബ്സിക്വന്റ് റെസീപ്റ്റ് ആയതുകൊണ്ട് ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഇൻ ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ലണ്ടൻ. ഇന്ത്യൻ കമ്പനിയുടെ ഡിബെഞ്ചർ ആണ്, ലണ്ടനിലല്ല. എവിടെ റിസീവ് ചെയ്തെന്ന് പറഞ്ഞാലും ടാക്സബിൾ ആണ്. ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് റെൻഡേഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ലണ്ടൻ. ഇന്ത്യയിൽ ചെയ്ത ഒരു സർവീസിന് ലണ്ടനിൽ കിട്ടി. ഇൻകം ഡീം ടു അക്രൂ ഇൻ ഇന്ത്യ 8,000. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ മാനേജർ ഫ്രം ലണ്ടൻ. ഇന്ത്യയാണ്, മുംബൈയിലാണ് ബിസിനസ്. ഈ മുംബൈ എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യുന്ന ഇന്ത്യ. 26,000. ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ, അവിടെ വെച്ച് കട്ടായിട്ടുണ്ട്. ഇത്രയും കേസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സ് ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 ടൈപ്പാണ് നമുക്ക് ബേസിക്കലി ഇൻകത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു പ്ലെയിൻ ഷീറ്റ് ഒന്നും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകം. ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകം. ഇന്ത്യൻ ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂ ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ. ഇതാണ് ഇന്ത്യൻ ഇൻകം.
ടാക്സബിൾ ഫോർ ROR, RNOR, NR. 3 പേർക്കും ടാക്സബിൾ ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈസി ആയിട്ട് ഇൻ ഇന്ത്യ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇന്ത്യക്ക് പകരം ഏതെങ്കിലും സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ഇൻ ഇന്ത്യ ആണല്ലോ, അത് ഡയറക്ട്ലി എടുക്കാം. 3 പേർക്കുണ്ട്. ഫോറിൻ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഇൻകം RORന് ടാക്സബിൾ ആണ്. ഗ്ലോബൽ ഇൻകം ടാക്സബിൾ. RNORന് 2 കേസ്, ഓൺലി 2 കേസസ്. അതിൽ ഏതൊക്കെയാണ് 2 കേസ്? ഒന്ന്, ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ 2 കേസ്, ഒന്ന് ബിസിനസ് കൺട്രോൾഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ 2 കേസിൽ മാത്രമാണ് RNORന് ഫോറിൻ ഇൻകം ടാക്സബിൾ. അതർ കേസിലെല്ലാം RNORന് ഫോറിൻ ഇൻകം എക്സംപ്റ്റഡ് ആണ്. NR നോൺ റെസിഡന്റിനെ സംബന്ധിച്ച് ഓൺലി ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ICAR സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ആണ്. വേറെ 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മൾ അതിലൊരു അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ പോയിന്റും കവർ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. 2-3 പാർട്ടിക്യുലേഴ്സ് സ്പെഷ്യൽ ഡിസ്കസ് ചെയ്യാം. അഗ്രികൾച്ചർ ലിംഗം. അഗ്രികൾച്ചർ ലിംഗം നമുക്കറിയാം സെക്ഷൻ 10 എക്സംപ്റ്റഡ് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറയും അഗ്രികൾച്ചർ ലിംഗം ഫ്രം എ ലാൻഡ് ഇൻ നേപ്പാൾ, ഇങ്ങനെയൊക്കെ പറയും. നമുക്കറിയാം അഗ്രികൾച്ചർ ലിംഗം ഫ്രം ഇന്ത്യ ആണ് എക്സംപ്റ്റഡ്. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ ലിംഗമാണ് എക്സംപ്റ്റഡ് ഫോർ ROR, RNOR, NR. 3 പേർക്കും എക്സംപ്റ്റഡ് ആണ്. പക്ഷെ നേപ്പാളിലാണെങ്കിൽ ടാക്സബിൾ ഫോർ ROR. നേപ്പാളിലുള്ള അഗ്രികൾച്ചർ ലിംഗം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ RNORനും NRനും ടാക്സബിൾ ആണ്. ഇപ്പൊ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അഗ്രികൾച്ചർ ലിംഗം ഫ്രം എ ലാൻഡ് ഇൻ നേപ്പാൾ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ RORന് മാത്രം ടാക്സബിൾ. ഇൻ ഇന്ത്യ, റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ RNORനും NRനും ടാക്സബിൾ. അത് ഒരു പോയിന്റ് ആണ്, അഡീഷണൽ പോയിന്റ് ആണ്. അഗ്രികൾച്ചർ ലിംഗം ഫ്രം ഇന്ത്യ മാത്രമാണ് എക്സംപ്റ്റഡ്. സെക്ഷൻ 10 ഇൻകം എക്സംപ്റ്റഡ്. അത് ഓൺലി അഗ്രികൾച്ചർ ലിംഗം ഇൻ ഇന്ത്യ. ബാക്കി നമ്മൾ മേജർ പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒരു 2 വലിയ ക്വസ്റ്റ്യൻ ICAR സ്റ്റഡി മെറ്റീരിയലുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യനിലെ മേജർ പർട്ടിക്കുലേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും കിട്ടും. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. എയ്തർ ഇൻ MCQ ഓർ ഡിസ്ക്രിപ്റ്റീവിൽ എക്സ്പെക്ട് ചെയ്യാം. ഈസി ടു സ്കോർ. ക്ലിയർ ആയ വിശ്വസിക്കും. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്, ക്ലബിംഗ് ഉണ്ട്, സെറ്റ് ഓഫ് ഉണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. നമുക്ക് അതിനെല്ലാം ബാച്ച്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ബാച്ച് വരുന്നുണ്ട്. ആ ബാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.